മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മൾ ഇന്ന് എത്രാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നതെന്ന് മനസ്സിലായോ? 11ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ 3:30 ആയപ്പോൾ എഴുന്നേറ്റ് ഞാൻ എല്ലാം ചൂടാക്കാൻ വെച്ചിട്ട് മക്കളെ വിളിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഉറക്കമാണ്, ഒരു രക്ഷയില്ലാത്ത ഉറക്കമാണ്. അങ്ങനെ കുറേ നേരം വിളിച്ചതിന് ശേഷം ഞാൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ പോയി വിളിച്ചു. കാരണം ആദ്യം ഒന്ന് വിളിച്ചിട്ട് അവർ എഴുന്നേറ്റില്ല, രണ്ടാമത് പോയി ഒന്നുകൂടെ വിളിച്ചിട്ട് വന്ന് അമ്മു ആണെങ്കിൽ ഉറക്കം തൂങ്ങിയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. മുഖമൊക്കെ കഴിയിട്ട് വന്ന് പല്ലൊക്കെ തെച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അതിന് ഈവനിങ്ങിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അക്കുവിനെ ഞാൻ സ്കൂളിൽ പോയി നിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഞങ്ങളിവിടെ സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം മേടിക്കാൻ വേണ്ടി കയറി. അക്കു സ്കൂളിൽ നോമ്പ് വെച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അവിടെ പോയി വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അക്കുവിനെ ഞാൻ പെട്ടെന്ന് പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഇത്രയും നോമ്പും പിടിച്ചതല്ലേ, ഇന്ന് 11 നോമ്പും പിടിച്ചായിരുന്നു. അപ്പം 11ാമത്തെ നോമ്പ് അവൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ്. കയറിയപ്പോൾ ജൂലി എവിടെ കയറി ഇരിക്കുന്നത് കണ്ടില്ല, ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനുശേഷം പിന്നെ ഞാൻ എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെച്ചു, ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ പോയി പിന്നെ കുളിച്ചിട്ട് വന്ന് നമസ്കരിച്ചിട്ട് വന്ന് പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറി. കടലയാണെങ്കിൽ അമ്മു ഇന്ന് എന്നോട് പറഞ്ഞു വലിയ കടല വറുത്തരച്ച് അവൾക്ക് കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അത് വെക്കാമെന്ന് വെച്ചാൽ അത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും എടുത്തുകൊണ്ട് കുറച്ച് നേരം ഖുർആൻ ഓതാമെന്ന് വിചാരിച്ചു. കുക്കറി ഇരുന്നത് അടിക്കുമ്പോൾ തന്നെ പോയി ഖുർആനൊക്കെ ഓതിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഥകൊക്കെ ഫ്രണ്ടിലത്തെ കഥകൊക്കെ തുറന്നിട്ടാൽ ജൂലി ഓടിപ്പോകും കേട്ടോ, പേടിച്ച് അടച്ചിടുന്നതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ കുറച്ച് നേരം ഞാനൊരു അരമണിക്കൂർ ഇരുന്ന് ഞാൻ ഖുർആനൊക്കെ ഓതിക്കൊണ്ടിരുന്നു. അപ്പം കുക്കറിൽ കടലയൊക്കെ അടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ ഖുർആനൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ജൂലി എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ എവിടെ പോയിരുന്നാലും എൻ്റെ കൂടെ വന്നിരിക്കും. പിന്നെ അതിനുശേഷം ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു പഴംപൊരി വേണമെന്ന്. അപ്പോൾ ഞാൻ പഴമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ പെട്ടെന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. ഒരു 5 മിനിറ്റ്സ് ഞാനവിടെ വെച്ചു. അതിനുശേഷം പിന്നെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അധികം സ്നാക്സ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പഴംപൊരിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. ഒരുപാട് ഉണ്ടാക്കിയാൽ കഴിക്കത്തില്ല, അത് കാരണം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം പെട്ടെന്ന് എല്ലാം സെറ്റാക്കി ഒന്ന് വെച്ച് ഞാൻ പേപ്പറിനകത്താണ് ഒന്ന് വിരിച്ച് എടുത്തിടുന്നത്. കാരണം എന്താണെന്ന് പറയുക, എണ്ണമയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പേപ്പറിനകത്ത് ഇട്ട് വെച്ചു. കുറേ നേരം അങ്ങനെ നിരത്തി ഇട്ടു. പിന്നെ ശേഷം അമ്മുവിന് വേണ്ടി ഞാൻ തേങ്ങ വറുത്തരച്ച് കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അമ്മു ഇന്നലെ മുതൽ എന്നോട് പറയും എനിക്ക് ഇങ്ങനത്തെ വെള്ളക്കടല ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഫ്രൂട്ട്സൊക്കെ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പഴമൊക്കെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റോബസ്റ്റയുടെ പഴമൊക്കെ വാങ്ങിച്ചു. പിന്നെ മൂസമ്പിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ചായയൊക്കെ തിളപ്പിക്കാൻ വെച്ചു. ഇന്ന് ഞങ്ങൾ വെറൈറ്റി ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്, കാണിച്ചു തരാവേ. കഞ്ഞിയൊക്കെ എടുത്ത് വെച്ച് ചൂട് തണുക്കാൻ വേണ്ടി. പിന്നെ സ്നാക്സൊക്കെ എടുത്ത് സെറ്റാക്കി. പഴംപൊരി, സമൂസയും വെജ് റോളും ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. പിന്നെ മക്കൾക്ക് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ. പിന്നെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചുമ്മാ വെറുതെ കഴിക്കാൻ വേണ്ടി, നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ അവർക്ക് കൊതിയാവുന്നത് കാരണം ഞാൻ പിന്നെ ജസ്റ്റ് അതൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളെപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ലൈം ജ്യൂസാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കോക്കനട്ടൊക്കെ ഇട്ടുള്ള ലൈം ജ്യൂസ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് അതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി. പക്ഷെ നല്ല രസമുണ്ട് കുടിക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്താ നല്ല ഫ്രഷപ്പ് ഒക്കെ തോന്നിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് മക്കളല്ല, ഞാൻ ഇന്ന് എല്ലാം എടുത്ത് വെക്കുന്നത്. അക്കൂട്ടന് വയ്യാത്തതുകൊണ്ട് അക്കൂട്ടനെ കിടക്കുകയാണ്. അമ്മു ആണെങ്കിൽ പിന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ ഇഫ്താർ സ്നാക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന അക്കു ആണല്ലോ. അപ്പോൾ അക്കു ഇല്ലാത്തതുകൊണ്ട് അമ്മു ഇന്ന് നേരത്തെ പോയി എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഫാദിയൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ഇന്ന് പെട്ടെന്ന് സമയം പോയി, ദുആ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ അവന് കഴിച്ചിട്ട് അവൻ പോവുകയാണ്. അവനൊന്നും കഴിച്ചില്ല കേട്ടോ. അവൻ പോവുകയാണ്, അവൻ ഉറക്കം വരുന്നത്. അവൻ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എക്സാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അത് കാരണം അവൻ പോയതിൻ്റെ പുറകെ കിച്ചുവും പുറത്ത് പോവുകയാണ്. കിച്ചു ബുള്ളറ്റൊക്കെ എടുത്തുകൊണ്ട് കിച്ചു പുറത്തോട്ട് പോവുകയാണ്. കാരണം കിച്ചുവിന് നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യും, ആനുവൽ എക്സാം. അപ്പോൾ അതിനുവേണ്ടി കിച്ചുവിന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സോ എന്തൊക്കെയോ കുറേ പെന്നോ പേപ്പേഴ്സൊക്കെ മേടിക്കണമായിരുന്നു. കിച്ചു പോയതിന് കാരണം അക്കു അമ്മ പറഞ്ഞു ഞങ്ങൾ അത്രയും നേരം കിച്ചു വരുന്നുണ്ട്, അവർ താഴെ നിന്ന് ബലൂൺ വീർപ്പിച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താഴെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കിച്ചു വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കയറി അകത്ത് വാന്ന് പറഞ്ഞു. കിച്ചുവിനെ നോക്കി ഞങ്ങൾ വെളിയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. കിച്ചുവിന് നാണമായിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ. അങ്ങനെ കിച്ചു ബുള്ളറ്റ് എല്ലാം കയറ്റി അകത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ അകത്ത് വന്ന് കിച്ചു ഇതൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ. അപ്പം അക്കു നോക്കുവാണ് കിച്ചു എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന്. അങ്ങനെ കിച്ചു എന്തൊക്കെയോ പേരൊക്കെ എഴുതി വെച്ചു. അങ്ങനെ അവർ ത്രാവി നിസ്കരിക്കാൻ പോവുകയാണ്. അക്കു പറയാം എനിക്കിന്ന് ഡാൻസ് കളിക്കാനൊന്നും വയ്യ ഉമ്മി, എനിക്ക് വയ്യ എന്ന് കാരണം ഛർദ്ദിച്ചത് കാരണം. പിന്നെ അമ്മൂന് ഞാൻ ഹിജാബൊക്കെ ഞാൻ കുത്തി കൊടുത്താൽ. അതിനുശേഷം ഞാൻ നമസ്കരിക്കാൻ പോയി. നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അക്കുട്ടൻ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അക്കുട്ടന് വയ്യാത്തത് കാരണം അക്കുട്ടൻ ഇനി പോകുന്നില്ലെന്ന് പറഞ്ഞ് ത്രാവിയ കഴിഞ്ഞ് നിശാസ്കരിച്ചിട്ട് വന്നത് കണ്ടവർ രണ്ടും കൂടെ കാണിക്കുന്നത് അക്കവും കിച്ചും കൂടെ. എൻ്റെ കാലിലൊരു ഗ്ലാസ് പൊട്ടിയിട്ട് കുപ്പിച്ചില് കയറിയിട്ടുണ്ടായിരുന്നേ. അത് സേഫ്റ്റിപ്പും വെച്ച് ഒരു കുത്തി തുറന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്കുവാണ് കേട്ടോ ഗൈസ്. ഇവർ എന്തൊക്കെയാണോ കാണിച്ച് കിട്ടുന്നത് എനിക്കറിയത്തില്ല. അതിനുശേഷം പിന്നെ ഇക്കായോട് ഞങ്ങൾ പറഞ്ഞു പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു.
മക്കൾക്ക് ഞാനിവിടെ ഉണ്ടാക്കി, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവരാണെങ്കിൽ പിന്നെ അൽഫാമും നമ്മുടെ കടയിൽ നിന്നും കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് ബോറടിക്കുന്നില്ല. അത് കാരണം വെളിയിൽ നിന്ന് അവർ മിക്ക അൽഫാമും പൊറോട്ടയും അതുപോലെ തന്നെ മയോണൈസും ചട്നിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.